ആരെയും ഒരു കാര്യത്തിലും നിർബന്ധിക്കരുത്. ഒരുപാട് വളച്ചാൽ ഒടിഞ്ഞു പോകും എന്ന കാര്യമോർക്കുക. നിർബന്ധിച്ച് ചെയ്യിക്കുന്ന ഒരു കാര്യവും പ്രയോജനപ്പെടില്ല. ഒരു തെറ്റും വരാതെ ആരും ജീവിച്ചിട്ടുണ്ടാവില്ല. നടക്കാൻ പഠിച്ചപ്പോൾ വീഴാനും വീണപ്പോൾ എഴുന്നേൽക്കാനും പഠിച്ച പോലെ തിരുത്തലുകളാണ് ജീവിതത്തെ സമ്പൂർണ്ണമാക്കുന്നത്. മറ്റുള്ളവരുടെ ഹൃദയം കീറിമുറിക്കാൻ പലരും ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് സ്വന്തം നാക്ക്. കൂടുതൽ ആത്മാർത്ഥത കാണിച്ച് ഒരിടത്തും വിഡ്ഢികൾ ആകാതിരിക്കുക. പകരം വരുന്നവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കേണ്ട സ്ഥാനത്തിനപ്പുറം ഒരു ബന്ധങ്ങളും ഇന്ന് ഇല്ല എന്നതാണ് സത്യം. നിങ്ങളെക്കൊണ്ട് നിറവേറാൻ കഴിയുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾക്ക് മാത്രം വാക്ക് കൊടുക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് കേവലം അതൊരു വാക്ക് മാത്രമായിരിക്കും. ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അതൊരു ജീവൻ്റെ വില തന്നെ ഉണ്ടാകും. കൂടെ ആളുണ്ടെന്ന ധൈര്യത്തിൽ നടന്നു തുടങ്ങരുത്. ഒറ്റയ്ക്കാണെന്ന് കരുതി കാലുറപ്പിച്ച് മുന്നോട്ട് നടക്കുക. നമ്മളെ തോൽപ്പിക്കാൻ ആർക്കുമാകില്ല. നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല. എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും. നിങ്ങളുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിക്കുന്നവരെ ഒരിക്കലും മറക്കരുത്. എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ആക്കിയെടുക്കുവാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. ജീവിതവും സമയവും മുന്നോട്ടല്ലാതെ ഒരിക്കലും പിറകിലോട്ട് പോകില്ല. പഴയതുപോലെ ആകുവാൻ വേണ്ടി വെറുതെ സമയം കളയാതെ പുതിയതുമായി പൊരുത്തപ്പെടുക. എത്രമാത്രം അടുത്ത ബന്ധമോ സൗഹൃദമോ ആവട്ടെ, പരിധിയിൽ കൂടുതലായി ആരെയും ആശ്രയിക്കാതിരിക്കുക. എന്തെന്നാൽ നൽകുന്നവർ അതിൻ്റെ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ട് എന്ന് മറക്കാതിരിക്കുക. മിതമായ ആശ്രയങ്ങൾക്കാണ് ഹിതമായ ബന്ധങ്ങളെ നൽകാൻ കഴിയുന്നത്. ഒരാളെ മാത്രം നമ്മുടെ ലോകമായി കാണുന്നതാണ് തെറ്റ്. അവർക്ക് അവരുടേതായ ലോകമുണ്ടെന്ന് മനസ്സിലാക്കാതെ പോകുന്നത് അതിലും വലിയ തെറ്റ്. ജീവിതത്തിൻ്റെ ഭാഗമാണ് പരാജയം. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ ഒരു പരിധിവരെ പരാജയത്തെ നിയന്ത്രിക്കാം. ജീവിതത്തിൽ തെറ്റുകളും അബദ്ധങ്ങളുമൊക്കെ സ്വാഭാവികം മാത്രമാണ്. അത് ന്യായീകരിക്കാൻ ശ്രമിക്കാതെ തിരുത്താൻ ശ്രമിക്കണമെന്ന് മാത്രം. വെറും 10% നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും 90% നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതുമാണ് ജീവിതം. മനുഷ്യർക്ക് മാറ്റം ഉണ്ടാകുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നുകിൽ അവരുടെ ഹൃദയം തുറക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഹൃദയം തകർക്കപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ യഥാർത്ഥ അളവുകോൽ അവരുടെ വിജയത്തിൻ്റെയും മഹത്വത്തിൻ്റെയും നിമിഷങ്ങളിലല്ല, മറിച്ച് അവരുടെ വിനയത്തിലും പ്രതികൂല സമയങ്ങളിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന അനുകമ്പയിലുമാണ്. ചില സുഹൃത്തുക്കൾ എല്ലാ കാലത്തേക്കും ഉള്ളതല്ല എന്നത് ജീവിതത്തിൽ സ്വാഭാവികമായ ഒരു കാര്യമാണ്. എപ്പോഴും നല്ലതിനെക്കുറിച്ച് ക്രിയാത്മകമായി ചിന്തിക്കുക. കാരണം എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സ്, അതുപോലെയാണ് ലോകവും. ജീവിതത്തിൽ എല്ലാം നല്ലതാകുമ്പോഴല്ല, എന്തൊക്കെ സംഭവിച്ചാലും അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ സന്തോഷത്തിൽ എത്തിച്ചേരുന്നത്. കൂടുതൽ വെളിച്ചം നിങ്ങളെ അന്ധനാക്കും. കുറച്ച് ഇരുട്ടും ആവശ്യമാണ്. ജീവിതവും അതുപോലെയാണ്. സന്തോഷത്തിൻ്റെ കൂടെ ദുഃഖവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം ആസ്വാദികരമാവുകയുള്ളൂ. ഉറപ്പുള്ളതിനെ ഒഴിവാക്കി ഉറപ്പില്ലാത്തതിൻ്റെ പുറകെ പോകുന്നവർക്ക് നിശ്ചയമായും നഷ്ടം മാത്രമേ സംഭവിക്കൂ. വേദന ഒരു സമ്മാനമാണ്. അത് ഒഴിവാക്കുന്നതിന് പകരം അത് സ്വീകരിക്കാൻ പഠിക്കുക. വേദനയില്ലാതെ വളർച്ചയില്ല. ആവശ്യത്തിലധികം ആരുടെയും ജീവിതത്തിൽ അവകാശമോ അധികാരമോ കാണിക്കാതിരിക്കുക. സ്വയം വേദനിക്കാതിരിക്കാനും നാണം കെടാതിരിക്കാനും ഏറ്റവും നല്ലത് അതുതന്നെയാണ്. തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയുക. ഒന്നുകിൽ അതൊരു പുതിയ തുടക്കമായേക്കാം, അല്ലെങ്കിൽ അവസാനവും. കള്ളന് മോഷ്ടിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കാം, എന്നാൽ ഉടമസ്ഥന് അവൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. തണൽ നൽകിയ വൃക്ഷങ്ങളെല്ലാം വെയിൽ കൊണ്ടിട്ടുണ്ട്. ഫലം നൽകിയ വൃക്ഷങ്ങളെല്ലാം കല്ലേറ് കൊണ്ടിട്ടുണ്ട്. സ്നേഹം നൽകിയ മനുഷ്യരെല്ലാം ഹൃദയം പൊട്ടി കരഞ്ഞിട്ടുമുണ്ട്. മനോഹരമായ 1000 മുഖങ്ങളേക്കാൾ ഹൃദയം മികച്ചതാണ്. അതിനാൽ മുഖത്തേക്കാൾ മനോഹരമായ ഹൃദയമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക. വിഷമങ്ങൾ നേരിടുമ്പോൾ ക്ഷമയാണ് ധീരത.
നിരാശയുടെ ഇരുൾമുറിയിൽ തളർന്നിരിക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനസ്സിനെ നയിക്കുക. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. കാരണം നിങ്ങളിരുന്ന കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ച നിങ്ങളായിരിക്കും.